നമുക്കിന്ന് ഭഗവാന്റെ മധുരമഹാവാക്യങ്ങളെ കേൾക്കാം. ഇന്നലെ ബാബ ഹോംവർക്ക് തന്നിരുന്നു. എല്ലാവരും അറ്റൻഷൻ വെച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തായിരുന്നു ഇന്നലത്തെ ഹോംവർക്ക്? ഇന്നലെ എന്തായിരുന്നു ബാബയുടെ ആജ്ഞ? എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും മനസ്സും ബുദ്ധിയും അല്ലേ ഫുൾ ഡേ ദിനചര്യ കൊടുത്ത് സെറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ. അപ്പോൾ സദാ ശക്തിശാലിയായിരിക്കും, വ്യർത്ഥത്തിൽ നിന്ന് മുക്തരായിരിക്കും അല്ലേ? ഇന്നലെ ബാബയുടെ മുഖ്യ ശ്രീമത് അതായിരുന്നല്ലോ. അറ്റൻഷൻ വെച്ചിട്ടുണ്ടാവില്ലല്ലേ ബാബയുടെ മക്കളെല്ലാം? ഇന്ന് നമുക്ക് ഭഗവാന്റെ മഹാവാക്യം കേൾക്കാം. ബാബ പറയണേ, മധുരമായ കുട്ടികളെ, ഭാരത് ഭൂമി സുഖദാദാ ബാബ की ജന്മഭൂമി है. ഭാരതഭൂമി സുഖദാതാവായ അച്ഛൻ്റെ ജന്മഭൂമിയാണ്. बाप ही आकर सभी बच्चों को दुख से लिबरेट करते हैं. ബാബ തന്നെ വന്നാണ് മക്കളെ എല്ലാവരെയും ദുഃഖത്തിൽ നിന്ന് മോചിപ്പിക്കുന്നത്. എന്താ പറയണ ഈശ്വരൻ? ഭാരതമാണ് സുഖദാതാവിൻ്റെ. ആരാ സുഖദാതാവ്? ശിവബാബയാണല്ലേ. ഭഗവാൻ വന്ന് സുഖം നൽകി നമ്മുടെ ദുഃഖത്തെ ഹരിക്കുകയാണ്, ദുഃഖത്തെ ഇല്ലാതാക്കുകയാണ്. അതുകൊണ്ടാണ് ഭഗവാന്റെ മഹിമ എന്ത് പാടുന്നത്? സുഖകർത്താവ്, സുഖം നൽകുന്ന ആള്. ദുഃഖഹർത്താവ്, ദുഃഖം ഹരിക്കുന്ന ആൾ. അതിനു വേണ്ടിയിട്ട് ഈശ്വരൻ എന്ത് ചെയ്യാണ്? ഭൂമിയിലേക്ക്, ഭാരതഭൂമിയിലേക്കാണ് ദിവ്യാവതരണം ചെയ്യുന്നത് അല്ലേ? നമ്മൾ മനസ്സിലാക്കിയല്ലോ, പരമാത്മാവിൻ്റെ ദിവ്യ അവതരണം നടക്കുന്നത് ഭാരതഭൂമിയിലാണ്. 1936 ഈശ്വരൻ തൻ്റെ ദിവ്യാവതരണം ചെയ്ത് ബ്രഹ്മബാബയുടെ മുഖകമലത്തിലൂടെ പരമാത്മാ നമുക്ക് ജ്ഞാനഗംഗ ഒഴുക്കിത്തരികയാണ്. ഭഗവാന്റെ ഭാഗ്യശാലി രഥമാണ് ബ്രഹ്മബാബ. ആ നന്ദിയിലൂടെയാണ് പരമാത്മാ നമുക്ക് ജ്ഞാനം പകരുന്നത്. കാരണം ഈശ്വരൻ നിരാകാരനാണല്ലോ. അപ്പം നിരാകാരന് നമ്മളോട് സംസാരിക്കണമെങ്കിൽ ഭഗവാൻ ഒരിക്കലും നമ്മളെപ്പോലെ അമ്മയുടെ ഗർഭത്തിൽ പോയി ജന്മെടുക്കില്ലല്ലോ. പിന്നെയോ പക്ഷേ ഈശ്വരന് വരണം. കൽപ്പാന്ത്യകാലത്തിൽ കലിയുഗവരുതനായി ഭഗവാൻ അവതരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ എന്ത് ചെയ്യുന്നത്? തൻ്റെ രഥത്തിലൂടെ നമുക്ക് ഈ ഈശ്വരീയ ജ്ഞാനം പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ബ്രഹ്മാവിൻ്റെ ആത്മാവിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ സൃഷ്ടിയിലെ ആദിദേവനാണ്, ആദമാണ്, ആദിപിതാവാണ്. അവ പറയാറുണ്ട് ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറാണ്. മനുഷ്യവംശം ആരംഭിക്കുന്നത് അല്ലെ ഈ ആത്മാവിലൂടെയാണ്. സ്റ്റാർട്ടിങ് സത്യുഗത്തിൻ്റെ ആരംഭത്തിലെ ഫസ്റ്റ് ബർത്ത് ആർക്കാണ്? ശ്രീകൃഷ്ണനാണ്. അപ്പോൾ ആ ആത്മാവിൻ്റെ ലാസ്റ്റ് ജന്മം അതാണ് ദാദാ ലേഖരാജ്. ആ സമയത്താണ് ഭഗവാൻ പ്രവേശിക്കുന്നതും പരമാത്മ ബ്രഹ്മാവെന്ന് നാമകരണം ചെയ്യുകയും ഈശ്വരൻ ആ മുഖകമലത്തിലൂടെ നമുക്ക് ഈശ്വരീയ ജ്ഞാനം നൽകുകയും ചെയ്യുന്നത്. അപ്പോൾ ഭഗവാന്റെ ഈ ലീലകളെല്ലാം നടക്കുന്നത്, പരമാത്മാവിൻ്റെ ദിവ്യാവതരണം നടക്കുന്നതും ഭഗവാൻ തൻ്റെ ഭാഗ്യശാലി രഥത്തെ സ്വീകരിക്കുന്നതും ആ രഥത്തിലൂടെ ഈശ്വരീയ ജ്ഞാനഗംഗാ പ്രവാഹം നടത്തുന്നതും എല്ലാം എവിടെയാണ്? വിശ്വമംഗള കർത്തവ്യം നടത്താനായി ഭഗവാൻ അവതരിക്കുന്നത് ഭാരതഭൂമിയിലാണ്. അതുകൊണ്ട് ഈ ഭൂമിക്കും നമ്മളിരിക്കുന്ന ഈ ഭാരത മണ്ണിനും ആ പ്രത്യേകതയുണ്ട്. ഭഗവാന്റെ അവതരണ ഭൂമിയാണ്. ആ അവതരണത്തെയാണ് നമ്മൾ ശിവജയന്തി, ശിവരാത്രി എന്ന പേരിൽ ആഘോഷിക്കുന്നത് അല്ലേ? രാത്രി പറഞ്ഞ കലിയുഗമാകുന്ന രാത്രിയിൽ അജ്ഞാന അന്ധകാരമുള്ളപ്പോൾ ശിവപരമാത്മാവ് വന്ന് നമുക്ക് ജ്ഞാനത്തിൻ്റെ വെളിച്ചം പകർന്നു തരുന്ന ഭൂമി, മണ്ണ് ഇത് ഭാരത മണ്ണാണ്. അതുകൊണ്ട് മുഴുവൻ വിശ്വത്തിൻ്റെ തീർത്ഥാടന കേന്ദ്രം എന്ന് പറയുന്നത്
ഭാരതമാണ്. കാരണം ഇവിടെയാണ് ബാബയുടെ അവതരണം നടക്കുന്നത്. അതാണ് പറയണ ബാബ. അതുകൊണ്ട് ബാബ ഇവിടെ വന്നിട്ട് എന്താ ചെയ്യണേ? മക്കളെ ദുഃഖത്തിൽ നിന്ന് മോചിപ്പിക്കാൻ. അതുകൊണ്ടാണ് ഈശ്വരനെ നമ്മൾ വേറൊരു പേരും പറയില്ല, മുക്തേശ്വരൻ, ലിബറേറ്റർ. മുക്തേശ്വര എന്തെന്നാ മുക്തമാക്കുന്ന, മോചിപ്പിക്കണേ? ദുഃഖത്തിൽ നിന്ന് മോചിപ്പിക്കും. ദുഃഖം വരാതിരിക്കാൻ ഭഗവാൻ എന്താ പറയണേ? മക്കളെ നിങ്ങൾ വികാരങ്ങളിൽ നിന്ന് പുറത്തു വരും. വികാരങ്ങൾക്കടിമപ്പെട്ട വികർമ്മങ്ങളാണ് നിങ്ങൾക്ക് ദുഃഖം തരണം. അതുകൊണ്ട് 5 വികാരങ്ങളാണ് മക്കളെ ദുഃഖം തരണം. ഇനി 5 വികാരം എന്തുകൊണ്ടുണ്ടാകണു? അത് പറഞ്ഞു ബാബ. അത് ഏത് ബീജത്തിൽ നിന്ന് വരുന്നതാണ്? ദേഹമാണെന്ന അഭിമാനത്തിൽ നിന്ന്, ദേഹമാകുന്ന ബോധത്തിൽ നിന്ന്. അതുകൊണ്ടാണ് ഭഗവാൻ യുക്തി പറഞ്ഞു തന്നെ. ഇതിൽ നിന്നെല്ലാമുള്ള മുക്തിക്കുള്ള യുക്തി എന്താ? ദേഹബോധം പോണെങ്കിലും, വികാരങ്ങളെ ജയിക്കണമെങ്കിലും, വികർമ്മങ്ങളെ ജയിക്കണമെങ്കിലും, ദുഃഖമുക്തി ഉണ്ടാകണമെങ്കിലും ഒറ്റമൂലി എന്താ പറഞ്ഞെന്ന ബാബ? എന്താ ഒറ്റമൂലി? ഞാനൊരാത്മാവാണ്, ഞാൻ ശാന്തസ്വരൂപാത്മാവാണ്, ശക്തിസ്വരൂപാത്മാവാണ് അല്ലേ? ഈ പ്രാക്ടീസ് ചെയ്യാൻ അതിനെ പറഞ്ഞ ബാബ. ശാന്തിയുടെ സാഗരനായ പരമാത്മാവിൻ്റെ സന്താനമാണ് അല്ലേ? പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവുമല്ലോ. ഇന്നലെ നമ്മൾ സോമാനങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ പഠിച്ചില്ലേ? ഇന്നത്തെ ദിവസം മൺഡേ സോമാനം എന്തായിരുന്നു? ശാന്തി. അഭ്യാസം ചെയ്തു എല്ലാവരും ശാന്തിയുടെ. നാളെ ഏതാ ദിവസം? ചൊവ്വാഴ്ച. ചൊവ്വാഴ്ചയ്ക്ക് പ്രാക്ടീസ് ചെയ്യാൻ കണ്ണ് തുറക്കുമ്പോൾ മുതലേ ഏത് സോമാനം ഓർമ്മ വേണം? ഞാൻ പ്രേമസ്വരൂപാത്മാവാണ്, സ്നേഹസ്വരൂപം. സ്നേഹത്തിൻ്റെ സാഗരമായിട്ട് നാളെ ബാബയെ കാണാം. ഫുൾ ഡേ മെഡിറ്റേഷൻ എപ്പോഴൊക്കെ ചെയ്യുന്നു? സ്നേഹക്കടലായി കാണാം. മറ്റുള്ളവരെ കാണുമ്പോൾ എല്ലാവരെയും സ്നേഹസ്വരൂപമായി കാണുക. എല്ലാവർക്കും ബാബയിൽ നിന്ന് സ്നേഹത്തിൻ്റെ കിരണങ്ങൾ നിറയട്ടെ എന്ന വരദാനം കൊടുക്കുക. സോമാനം എഴുതുമ്പോഴും ഞാൻ സ്നേഹസ്വരൂപാത്മാവാണ്, സ്നേഹക്കടലായ ബാബയുടെ കുട്ടിയാണ്. ഈ സുമാനങ്ങൾ എഴുതി എഴുതി നമുക്ക് അഭ്യസിക്കാം. മുരളിയിൽ ഒരു ചോദ്യമുണ്ട്. മുരളി ഇന്നലെ നമ്മൾ കേട്ട മുരളി ഇന്നത്തെയും തമ്മിൽ ചെറിയൊരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യും. അതായത് 2 തരത്തിൽ ബാബയുടെ മുരളി നമുക്ക് കാണാം. ഒന്ന്, ആഴ്ചയിൽ നമുക്ക് 6 ദിവസത്തെ മുരളിയിൽ നമ്മൾ കേൾക്കുന്നത് ഭഗവാൻ മധുരമായ കുട്ടികളെ എന്ന് വിളിക്കുന്ന മുരളിയാണ്. എല്ലാ സൺഡേയിലെ മുരളിയിൽ ഒരു പ്രത്യേകതയുണ്ട്. അത് അവ്യക്ത മുരളി എന്ന് പറയും. കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാകും. എല്ലാ ദിവസവും ബാബ മധുരമായ കുട്ടികളെ എന്ന് വിളിച്ചുകൊണ്ടാണ് ആരംഭിക്കുന്നത്. ആ മുരളികളിൽ ഒരു ചോദ്യോത്തരവും ഉണ്ടാവും. മുരളിക്കുള്ളിലെ പോയിന്റ് തന്നെയാണ്. അതിനെ ക്വസ്റ്റ്യൻ ആൻസർ പോലെ നമുക്ക് വേഗം മനസ്സിലാക്കാനും ജീവിതത്തിൽ ധാരണയ്ക്കുമുള്ള സൗകര്യത്തിന് വേണ്ടി മുരളിക്കുള്ളിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യൻ ആൻസർ. ഇതിൻ്റെ എസെൻസ്, ടോട്ടൽ മുരളിയുടെ എസെൻസാണ് മധുരമായ കുട്ടികളെ പറഞ്ഞ ആദ്യത്തെ സെൻറ്റൻസ് വന്നിരിക്കുന്നത്. ഇതൊക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അടുക്കും ചിട്ടയോടും കൂടി വേഗം ഗ്രാസ്പ് ചെയ്യാനുള്ള സൗകര്യത്തിനാണ് ഇങ്ങനെ മുരളി സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇന്നത്തെ മുരളിയിലെ ചോദ്യം, സബ്സെ ഊഞ്ചി ബഡി ലംബി കഹാനി കോൺസി ഹെ? ഏറ്റവും ഉയർന്ന നീണ്ട വലിയ സ്റ്റോറി ഏതാണ്? കഥ. അത് നിങ്ങൾ കുട്ടികൾക്ക് കോമൺ ആണ്, സാധാരണമാണ്. ഏതാണ് ഏറ്റവും നീളമേറിയ സ്റ്റോറി? നമ്മളൊരു മാസം കൊണ്ട് സ്റ്റോറി പഠിക്കുകയല്ലേ അല്ലേ? ഏത് കഥയാണ് കേട്ടുകൊണ്ടിരിക്കണേ? ആരുടെ കഥയാണ് കേട്ടുകൊണ്ടിരിക്കണേ? ആരുടെ കഥയാണ്? കഥ ആരുടേതാണ്? ആത്മാവിൻ്റെ കഥയല്ലേ നമ്മൾ കേട്ടുകൊണ്ടിരിക്കണം, ആത്മകഥ. നമ്മുടെ കഥയും അല്ലേ, സർവരുടെയും കഥയും, ഈ മുഴുവൻ സൃഷ്ടിയുടെ ആദ്യ മധ്യ അന്ത്യത്തിൻ്റെ കഥ. ശരിക്കും ആത്മകഥയിലൂടെയാണ് നമ്മൾ ആത്മാവിൻ്റെ നീണ്ട യാത്രയുടെ കഥ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. ബാബയുടെ ഉത്തരം, ഇസ് ഡ്രാമ കി ആദി മധ്യ അന്ത് കി കഹാനി ബഡി ലംബി ഓർ ഊഞ്ചി ഹെ? ഈ ഡ്രാമയുടെ ആദി മധ്യ അന്ത്യത്തിൻ്റെ കഥ, ഈ ഡ്രാമയിലെ ആദി മധ്യ അന്ത്യത്തിൻ്റെ കഥ വളരെ നീളമുള്ളതും
ഉയർന്നതുമാണ്. ആദിമധ്യാന്തി അറിഞ്ഞില്ലേ നമ്മൾ? എവിടെ ആരംഭിച്ചത്? ആദ്യം എവിടെയാ? നമ്മൾ ആത്മാവ് വീട്ടിലാണ് അല്ലേ ഇരുന്നത്. അതിനെ പറയാറുണ്ട് ഭഗവാൻ അനാദികാലം, നാടകം ആരംഭിക്കുന്നതിന് മുമ്പുള്ള സമയം ഈശ്വരനോടൊപ്പം ഇരുന്നത്. അതിനുശേഷം നമ്മൾ എവിടെ വന്നു? ആദിയിലേക്ക്, സൃഷ്ടിയുടെ ആരംഭം. സൃഷ്ടിയുടെ ആരംഭം ഏതാണ്? സത്യയുഗം അല്ലേ, ത്രേതായുഗം, പിന്നെ ദ്വാപരം, കലി. ഇപ്പം ഏതാ സമയം? സംഗമയുഗം. സംഗമയുഗത്തിന് ശേഷം നമുക്ക് വീട്ടിലേക്ക് പോകണം അല്ലേ. വീട്ടിൽ നിന്ന് വീണ്ടും നമ്മൾ സത്യയുഗത്തിലേക്ക് ഇറങ്ങി വരും. ഇതാണ് നമ്മൾ ആത്മാവിൻ്റെ ജീവിതകഥ. നമ്മുടെ മാത്രമല്ല, മുഴുവൻ വിശ്വത്തിൻ്റെ കഥയാണിത്. ടോട്ടലി സൃഷ്ടിയുടെ, നാടകശാലയുടെ, മനുഷ്യ സൃഷ്ടിയുടെ കഥയാണ്. അതുകൊണ്ടാണ് പറഞ്ഞ ബാബ ഇത് നീണ്ട കഥയാണ്. എത്ര നീളമുണ്ട് അല്ലേ? ചതുർയുഗങ്ങളുടെ നീളം, 5000 വർഷത്തിൻ്റെ നീണ്ട സ്റ്റോറിയാണ്. ഇസ് കഹാനിക്കോ മനുഷ്യ നഹി സമജ് സക്തേ. ഈ കഥ മാനവർക്ക് മനസ്സിലാക്കുകയില്ല. എല്ലാവർക്കും അറിയില്ല ഇത്. തും ബച്ചോं के लिए. പക്ഷെ ഇപ്പം നിങ്ങൾക്കിത് ഒരു സാധാരണ സ്റ്റോറി പോലെയായി മാറി. എന്താ കാര്യം? ഭഗവാൻ പറഞ്ഞു തന്നപ്പം നമുക്ക് മനസ്സിലായി. അതുവരെ നമുക്കും അറിയുമായിരുന്നില്ലല്ലോ നമ്മൾ ആരാണെന്നും അല്ലേ, എവിടുന്നാണ് വന്നതെന്നും ആരുടേതാണ് ഇനി തിരിച്ചെവിടേക്കാണ് പോകേണ്ടത്, ഇതൊന്നും നമുക്കറിയുമായിരുന്നില്ല. തും ജാനത്തെ ഹോ ഏ ഡ്രാമ കേസെ ഹുബു റിപ്പീറ്റ് ഹോത്താ ഹെ. അടുത്ത നാടകത്തിൻ്റെ രഹസ്യം എന്താ പറഞ്ഞതെന്ന് ബാബ? മക്കൾക്കറിയാമല്ലോ ഈ നാടകം എങ്ങനെ അതേപോലെ ആവർത്തിക്കുന്നു. അതേപോലെ, ഇതുപോലെ 5000 വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെയായിരുന്നു അതേപോലെ ആവർത്തിക്കുകയാണ്. തനി ആവർത്തനാണ് നടക്കണം. നാടകത്തിൽ പുതിയതൊന്നും നടക്കുന്നില്ല. പക്ഷെ നമുക്കെന്ത് തോന്നും? ഓരോ ദിവസവും പുതിയതാ, കാരണം നമുക്ക് ഓർമ്മയില്ല. അതുകൊണ്ട് അതും ഈ ഡ്രാമയിലൊരു അനുഗ്രഹമാണ് മറവി. മറക്കേണ്ടത് മറക്കണമല്ലോ, അതനുഗ്രഹമാണ്. ഓർമ്മിക്കേണ്ടത് ഓർമ്മിക്കുകയും വേണം അല്ലേ. ഇല്ലെങ്കിൽ ആലോചിച്ച് നോക്കൂ, കഴിഞ്ഞ ജന്മം നമ്മൾ എവിടെയായിരുന്നു? നമ്മുടെ അച്ഛനമ്മ ആരായിരുന്നു? നമ്മൾ സ്ത്രീയായിരുന്നോ പുരുഷനായിരുന്നോ? അതൊക്കെ നമുക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഇപ്പോൾ ഏത് വീട്ടിൽ എവിടെയാണോ ഇരിക്കുന്നത് നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ, നമ്മൾ ഡിസ്റ്റർബ്ഡ് ആയിരിക്കില്ലേ. അപ്പം അതുകൊണ്ട് ജീവിത നാടകത്തിലെല്ലാം നാടകം വളരെ അക്യുറേറ്റ് ആയിട്ട് സെറ്റ് ചെയ്യപ്പെട്ടിരിക്കുക. ഏ സി ഡി കൈസെ ഫിർത്തി രഹത്തി ഹെ. പടി നമ്മൾ എങ്ങനെ ഇറങ്ങി വീണ്ടും പടി എങ്ങനെ കയറുന്നു, ഈ കറക്കം ഭഗവാൻ നമുക്ക് മനസ്സിലാക്കി തന്നിരിക്കുകയാണ്. ഗീതം, മുരളിയിലൊരു പാട്ടുണ്ട്, ആദ്യകാല പാട്ടുകൾ. ഇത് ചില ഗീതങ്ങൾ ഭക്തിയിലെ കീർത്തനങ്ങളായിരിക്കും, ചിലത് പണ്ടത്തെ നാടക സിനിമാ ഗാനങ്ങൾ, വളരെ അർത്ഥവത്തായ പാട്ടുകളുണ്ടല്ലോ ജീവിതവുമായി ബന്ധപ്പെട്ട, അങ്ങനെയുള്ള പാട്ടുകളായിരിക്കും മുരളിയിൽ വരിക. എന്നിട്ട് ആ പാട്ടുകളുടെ അർത്ഥം ബാബ പറഞ്ഞു തരും നമ്മുടെ ജീവിതവുമായി കണക്ട് ചെയ്തിട്ട്. ഇന്നത്തെ ഗീതം ഓം നമോ ശിവായ. ഓം എന്ന് പറഞ്ഞ ആത്മാവായ ഞാൻ, നമോ നമിക്കുന്നു ആരെ? ശിവനെ. ശിവബാബയാകുന്ന അച്ഛൻ, ആത്മാവായ ഞാൻ പരമാത്മാവിനെ നമിക്കുന്നു. എന്താ നമിക്കാൻ കാരണം ഭഗവാനെ? കാരണം ഈശ്വരൻ നമുക്ക് വേണ്ടി അത്രയധികം ഉപകാരങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. സർവബന്ധുവുമാണ്. ഓം ശാന്തി. ബാബയുടെ മുരളി ആരംഭിക്കുമ്പോൾ ഇപ്രകാരം ഭഗവാൻ നമ്മളോടൊരു ഓം ശാന്തി പറയും. കാരണം ഭഗവാൻ ഓമാണ്, പരമമായ ഓമാണ്, പരമാത്മാവാണ്, സദാ ശാന്തിയിലിരിക്കുന്ന ആളാണ്. അപ്പം നമ്മളും ബാബയോട് ഓം ശാന്തി. കാരണം ഞാനും ഒരു ഓമാണ്, ഞാനും ശാന്തസ്വരൂപാത്മാവാണ്. ആ ഓർമ്മ, ഓമായ ഞാനാണ്, പരമമായ ഓം ഈശ്വരൻ എന്നോട് സംസാരിക്കുകയാണ്, ഭഗവാന് വാച ഞാൻ കേൾക്കുകയാണ്. ഈ ബോധത്തിലിരുന്ന് വേണം നമ്മൾ മുരളി കേൾക്കാൻ. അതിനാണ് മുരളി ആരംഭിക്കുമ്പം ബാബ ഓം ശാന്തി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ നമ്മുടെ സ്വധർമ്മത്തിലേക്ക് കൊണ്ടുവരിക. നിങ്ങൾ ഓമിനോട്, പരമാത്മാവാകുന്ന ഓം ഞാൻ സംസാരിക്കുകയാണ്. അതുകൊണ്ട് ആത്മാവാണെന്ന ബോധത്തിലിരുന്ന് വേണം നിങ്ങൾ ഈ കാതിലൂടെ മുരളി കേൾക്കാൻ. ഭഗവാൻ എന്നോട് പറയുന്നു.
മുരളി വായിച്ചു തരുന്നത് ആരെങ്കിലും ആകാം, സിസ്റ്റേഴ്സ്, സഹോദരിമാരോ സഹോദരന്മാരോ. ഇനി ഡെയിലി നമ്മൾ സത്സംഗം കേൾക്കുമ്പോൾ ഭഗവാന്റേതാണ് മഹാവാക്യം, ഈശ്വരൻ്റെ മഹാവാക്യം നമ്മൾ ആരെങ്കിലും ഒരാൾ നിമിത്തമായിട്ടിരുന്ന് വായിച്ചു തരും. പക്ഷെ കേൾക്കുന്ന നമുക്ക് എന്തോർമ്മ വേണം? ഭഗവാന്റെ മുരളിയാണിത്. ഇതൊരു സഹോദരിയോ സഹോദരൻ്റെയോ ക്ലാസ് അല്ല. ആരുടേത്? ഈശ്വരനിൽ നിന്ന് ഒഴുകിയ ഗംഗയാണ്. ജ്ഞാനക്കടലിൽ നിന്ന് ഒഴുകുന്ന സത്യഗീതാജ്ഞാനമാണ്. ആ ഭാവനയോടെ വേണം നമ്മൾ ഭഗവാന്റെ അടുത്തിരുന്ന് എപ്പോഴും കേൾക്കാൻ. അപ്പോഴേ മുരളി നമ്മുടെ ഉള്ളിലേക്ക് ആ രീതിയിൽ ഈശ്വരൻ എങ്ങനെ എന്ത് നമുക്ക് തരണമോ അത് നമ്മുടെ ഉള്ളിലേക്ക് നിറയുകയുള്ളൂ. मीठे मीठे सिखी लदे बच्चों ने महिमा की गीत सुना. ബാബ ചോദിക്കണേ, എൻ്റെ മധുരമധുരമായ എനിക്ക് കളഞ്ഞു പോയി തിരികെ കിട്ടിയവരായ മക്കളെ. റോമന പേരാ ആദ്യം എന്താ വിളിച്ച്? മധുരമധുരമായ മക്കളെ. അപ്പോൾ ബാബ വിളിക്കുമ്പോൾ നമ്മൾ നോക്കണം, എന്നിൽ എത്ര മധുരമുണ്ട്, ഇനി എന്തെല്ലാം കയ്പ് സ്വഭാവം ബാക്കിയുണ്ട് അല്ലേ? അപ്പോൾ ഓരോ ദിവസവും ബാബ മധുരമായ കുട്ടിയെന്ന് വിളിക്കുന്നത് അതിനാ, നമുക്ക് നമ്മളെ ചെക്ക് ചെയ്യാനും നമ്മളിലെ കയ്പുകൾ കളയാനും. ഡെയിലി എന്തെങ്കിലും കയ്പ് പോകണം. നമ്മുടെ സ്വീറ്റ്നെസ് കൂടുന്തോറും കയ്പ് പോകും. അങ്ങനെയല്ലേ? നമ്മൾ എന്തെങ്കിലും കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇത്തിരി എരിവ് കൂടുതലാണെന്ന് കണ്ടാൽ നമ്മൾ എന്താ ചെയ്യുക? കയ്പ് കൂടുതലാണെന്ന് കണ്ടാൽ കുറച്ച് വെല്ലം ശർക്കര ഇടല്ലേ ചെയ്യുക, അല്ലെങ്കിൽ പഞ്ചസാര ഇടും അല്ലേ? അപ്പോൾ അതിൻ്റെ എരിവ് അല്ലെങ്കിൽ പുളിപ്പ് അല്ലെ കയ്പ് എല്ലാം ബാലൻസ് ചെയ്യാൻ സഹായിക്കും. അതേപോലെ ഭഗവാൻ എന്താ പറയണേ? നമ്മൾ സദോഗുണി, 7 ഗുണങ്ങളുടെ സ്വീറ്റ്നെസ് നമ്മളിൽ വരുമ്പോൾ നമ്മളിലെ കയ്പ് സ്വഭാവം, മുള്ളു സ്വഭാവം, എരിവ് സ്വഭാവങ്ങൾ കുറയും. അതുകൊണ്ട് സദോഗുണിയാകണം, ആ ലക്ഷ്യം വയ്ക്കണം. മധുരമധുരമായ കളഞ്ഞുപോയി തിരികെ കിട്ടിയവരായ മക്കളെ. കളഞ്ഞുപോയി എത്ര നാളായി ബാബയുടെ അടുത്ത് നമ്മൾ അകന്നിട്ട്? ഭഗവാന് കളഞ്ഞു പോയിട്ട് 5000 വർഷമായി. വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് 5000 വർഷമായില്ലേ? എന്നിട്ടിപ്പോൾ തിരിച്ച് വീണ്ടും ഭഗവാന്റെ മടിയിലെത്തിയിരിക്കുകയാണ്. പാട്ട് കേട്ടുവല്ലോ, ഗീതം. ഏതായിരുന്നു ഗീതം? ഓം നമോ ശിവായ. ഇതിലാരുടെ മഹിമയാണ്? ഉയർന്നതിലും ഉയർന്ന ഭഗവാന്റെ മഹിമയാണിത്. പതീത പാവനൻ, ദുഃഖഹർത്ത, സുഖകർത്താവുമാണ്. പതീതരെ പാവനാക്കുന്ന ആളാണ് ഭഗവാൻ. അതിനല്ലേ നമ്മൾ ഭഗവാന്റെ മടിയിൽ വന്നിരിക്കണേ. പതിതാത്മാവിന് പാവനമാകണം. ദുഃഖത്തെ ഹരിച്ച് സുഖം നൽകണം ഈശ്വരൻ. സുഖം നൽകുന്ന ആളെയാണ് ഓർമ്മിക്കുക. സുഖം നൽകുന്ന ആളെ ഓർമ്മിക്കും. ബच्चे जानते हैं സുഖ देने वाला एक ही परमपिता परमात्मा है. സുഖം നൽകുന്ന ആളെ എല്ലാവരും സ്നേഹത്തോടെ സ്മരിക്കും. ദുഃഖം നൽകുന്ന ആളെ എന്ത് ചെയ്യും അല്ലേ? ദുഃഖം നൽകുന്നവരുടെ കോലം കത്തിക്കുകയല്ലേ ചെയ്യുന്ന എല്ലാവരും. അതുകൊണ്ടാണ് ഭഗവാനെ ഓർമ്മിക്കുകയും ചെയ്യും, ദുഃഖം നൽകുന്ന ആളുടെ കോലം കത്തിക്കുകയും ചെയ്യും. ആരുടെ കോലം കത്തിക്കണേ? രാവണന്റെ കോലാണ് നമ്മൾ കത്തിക്കുക അല്ലേ? അപ്പം അതിൻ്റെ അർത്ഥം എന്താ? രാവണൻ ദുഃഖം തരുന്നതുകൊണ്ടാണ് രാവണന്റെ കോലം കത്തിക്കുന്നത്. രാവണനാണ് ദുഃഖം തരുന്നത്, വികാരങ്ങളാണ് നമുക്ക് ദുഃഖം തരുന്നത്. അപ്പം ആരാ രാവണൻ? വികാരം. ആരാ രാമൻ? പരമാത്മാ. അപ്പം ഭഗവാനാണ് സുഖം നൽകുന്നത്. ഒരേ ഒരു പരംപിത പരമാത്മാവാണ്. സഭി മനുഷ്യ മാത്രം ഉनको ही याद करते. എല്ലാ മനുഷ്യരും ആ ഒരേ ഒരു പരംപിത പരമാത്മാ ശിവഭഗവാനെ, പരമ്പൊരുളിനെയാണ് ഓർമ്മിക്കുന്നത്. ഓർ ധർമ്മ വാലേ ഭി कहते हैं. ആ ഈശ്വരനെയാണ് അന്യധർമ്മങ്ങളിലും വിളിക്കുന്നത്. ധർമ്മം ഏതോ ആയിക്കോട്ടെ, വിളിക്കുന്നതെല്ലാം ആരെയാണ്? ഒരേ ഒരു ജ്യോതി സ്വരൂപനെയാണ് അല്ലേ? ഇവിടെ സർവധർമ്മത്തിലും വിളിക്കുമല്ലോ ഗോഡ് അല്ലേ? ഫാദർ, ഗോഡ് ഈസ് ലൈറ്റ് എന്ന് പറയും ക്രിസ്ത്യാനിറ്റിയിൽ അല്ലെ. നൂർ അല്ലാഹ് എന്ന് പറയും. അല്ലാഹു നൂറാണ്, വെളിച്ചമാണ്. അപ്പം വിളിക്കുന്നതെല്ലാം ആരെയാണ്? ഒരേ ഒരു പരമ്പൊരുളിനെയാണ്. അത് പരമപ്രകാശമാണ്. നമ്മളെല്ലാ ആത്മാക്കളുടെയും പിതാവാണ്. ആക്കർ വിളിച്ചിട്ട് എല്ലാവരും എന്താ പറയണേ അല്ലെ? സർവധർമ്മത്തിൽപ്പെട്ടവരും പറയണത് ദുഃഖസെ ലിബറേറ്റ് കർ, ദുഃഖത്തിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിച്ച് സുഖം നൽകൂ, സുഖം നൽകൂ. പരന്തു ഏ നഹീ ജാനത്തെ കി ബാപ് സുഖ ദേത്താ ഹൈ. പക്ഷെ ഇതാർക്കും അറിയുന്നില്ല,
അച്ഛനാണ് നമുക്ക് സുഖം നൽകുന്നത്. ഈശ്വരനാണ്, അല്ലാതെ ദുഃഖം ഹരിച്ച് സുഖം നൽകുന്ന ആള് ഭഗവാൻ എൻ്റെ അച്ഛനാണ്, അമ്മയാണെന്ന് മാത്രം ആർക്കും അറിയുന്നില്ല. ഫിർ ദുഃഖ് കോൻ ഓർ കബ് ദേത്താ ഹെ, ആര് എപ്പോൾ നമുക്ക് ദുഃഖം നൽകി, ഇതും ഇപ്പോൾ ആർക്കും അറിയുന്നില്ല. ബാബ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ആരാ ദുഃഖം തന്നെ? ദുഃഖം ആരാ തന്നെ? അല്ലേ, രാവണനാണ് ദുഃഖം തന്നെ. എപ്പോൾ ദുഃഖം തന്നു? എപ്പം മുതൽ രാവണ സ്വഭാവം വന്നു നമുക്ക്? അല്ലെ, ദേഹബോധത്തിലേക്ക് പോയപ്പോൾ. ദ്വാപരയുഗം മുതൽ. സത്യത്രൈതേകത്തിൽ ഇല്ലല്ലോ, ദുഃഖമില്ല, സുഖശാന്തി മാത്രമാണ്. അതുകൊണ്ടല്ലേ സ്വർഗം എന്ന് വിളിക്കുന്ന അവിടെ. നൈ ദുനിയ സുഫിർ പുരാനി ഹൊത്തി ഹെ, ആദ്യം ലോകം പുതിയതായിരിക്കാം, പിന്നീട് ലോകം പഴയതാകും. പഴയതാകുമ്പോഴാണ് ദുഃഖധാമം എന്ന് പറയുന്നത്. അപ്പം ഏതാണ്? ദുഃഖം നിറഞ്ഞ വീടാണ്. കലിയുഗ് കെ അന്ത് കെ ബാദ് ഫിർ സത്യുഗ് സ്വരൂറായേക, വീണ്ടും എന്താകും? കലിയുഗത്തിന് ശേഷം സത്യുഗം വരും. സൃഷ്ടി ഇതൊന്നു തന്നെയാണ്. ഇവിടെയാണ് മാറ്റം ഉണ്ടാകുന്നത്. ഇവിടെ തന്നെ കലിയുഗം, ഇവിടെ തന്നെയാണ് സത്യുഗവും വരിക. മനുഷ്യ സൃഷ്ടിയുടെ ചക്രത്തെക്കുറിച്ച് തികച്ചും ആർക്കും തന്നെ അറിയില്ല. ഇസ്ലേ ബാബ പൂജ്തേ ഹേ, അതുകൊണ്ട് അച്ഛൻ ചോദിക്കുകയാണ്, മക്കളെ നിങ്ങളെ വിവേകശൂന്യരാക്കിയതാരാ? ബാപ് തോ കിസ്കോ ദുഃഖ് നഹീ ദേത്താ, ഭഗവാൻ ആർക്കും ദുഃഖം നൽകുന്നില്ല. ബാബ തോ സദാ സുഖ് ദേത്തേ ഹേ, അച്ഛൻ എന്താ ചെയ്യണേ? തൻ്റെ മക്കൾക്കെല്ലാം സുഖം നൽകുകയാണ്. तो तुम जानते हो सुख देने वाले का जन्म स्थान भी ഭാരത് മേ ഹെ, നിങ്ങൾക്കറിയാമല്ലോ സർവർക്കും സുഖം നൽകുന്ന ഭഗവാന്റെ ജന്മസ്ഥാനം ഭാരതമാണ്. ബാബയുടെ അവതരണ ഭൂമി ഭാരതമാണ്. तो दुख देने वाले का जन्म स्थान, അവ പറയണ സുഖം നൽകുന്ന ഭഗവാനും ഇവിടെ വരണേ, ദുഃഖം നൽകുന്ന രാവണനും ഇവിടെയാണുള്ളത്. രാവണന്റെ കോലവും അല്ലേ കത്തിക്കുന്നത് ഇവിടെയാണ്. ഭാരത്വാസി ശിവജയന്തി പൽ മനാത്തേ ഹെ, ശിവജയന്തി ഇവിടെ ആഘോഷിക്കാറുണ്ട് അല്ലെ. ശിവരാത്രി എന്ന പേരിൽ മറ്റെല്ലാ ആഘോഷങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമല്ലേ ശിവരാത്രി. ശിവരാത്രിയുടെ പ്രത്യേകത എന്താ? വളരെ ശാന്തമായ ആഘോഷമാണ്. ആർഭാടമൊന്നുമില്ല, ആഘോഷമൊന്നുമില്ല. എല്ലാവരും എന്താ ചെയ്യുക അല്ലെ? ശിവരാത്രി പറഞ്ഞ വ്രതം, ഉപവാസം അല്ലേ, ജാഗരണം, ഉറക്കൊഴിക്കുക. ഇത് 3 കാര്യമേ ചെയ്യുള്ളൂ. ഉറക്കൊഴിക്കണം. അപ്പം നമുക്ക് മനസ്സിലായില്ലേ? ജാഗരണം, അകക്കണ്ണ് തുറന്നിരിക്കണം. 3-ാം കണ്ണ് തുറക്കുന്നതിനെ ജാഗരണം എന്ന് പറയണം. ആത്മബോധത്തിൽ ഉണർന്നിരിക്കുക. കാരണം രാത്രിയാ. ഏത് രാത്രി? കലിയുഗ രാത്രിയിലൂടെ കടന്നു പോവുക. ഇരുട്ടാ, അജ്ഞാന അന്ധകാരം നിറഞ്ഞ ഈ ലോകത്തിൽ നമുക്ക് എപ്പോഴും അകക്കണ്ണ് തുറന്നു വെച്ച് ജീവിക്കണം. ശരീരബോധത്തിൻ്റെ ഇരുട്ടിൽ നിന്ന് ആത്മബോധത്തിൻ്റെ വെളിച്ചത്തിലേക്ക് വരണം. പിന്നെ രണ്ടാമത്തേത് ഏതാ? ഉപവാസം. ശരീരത്തിന് ഉപവാസം നല്ലതാ. കാരണം ശരീരത്തിലെയും അല്ലെ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ ഫ്രൂട്ട്സ് മാത്രം കഴിക്കുക, അതൊക്കെ ചെയ്യുമ്പോൾ എന്താകും? നമ്മുടെ ശരീരവും അല്ലെ ആഴ്ചയിലൊന്നോ മാസത്തിലൊന്നോ ഒക്കെ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ ശരീരത്തിൽ കെട്ടിക്കിടക്കുന്ന കാലാകാലത്തെ ടോക്സിൻസ്, വിഷവസ്തുക്കളെല്ലാം പോവും, ക്ലീൻ ആവും. കാരണം ആവശ്യമില്ലാത്ത കുറേ നമ്മൾ കഴിക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് അല്ലേ. ഉപവാസം നല്ലതാണ്, പക്ഷെ അതിനോടൊപ്പം എന്ത് വേണം? മനസ്സുകൊണ്ട് ഉപവസിക്കണം. ശരീരത്തിന് ഫുഡ് അല്ലെ നിയന്ത്രണം നല്ലതാണ്, ഹെൽത്തി ആക്കാൻ. അതേപോലെ മനസ്സുകൊണ്ട് ഉപവസിക്കണം. പറഞ്ഞ കൂടെ വസിക്കുക. ആരുടെ കൂടെ? മനസ്സും ബുദ്ധിയും കൊണ്ട് ശിവബാബയുടെ അടുത്തിരിക്കുകയും കൂടി വേണം. ഭക്ഷണ കാര്യത്തിൽ മാത്രം ഉപവസിച്ചാൽ പോരാ, മനസ്സുകൊണ്ട് എന്ത് ചെയ്യുക? ഈശ്വരനോടൊപ്പം ഇരിക്കുക. ഇത് നമ്മളെല്ലാവരും പ്രാക്ടീസ് ചെയ്യണം. അത് വളരെ നല്ലതാണ്. ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് കുറച്ച് കൂടുതൽ, ഒരു ദിവസം കഴിയുന്നതും ഏതെങ്കിലും ഒരു ദിവസം അധികം തിരക്കില്ലാത്ത, ജോലി തിരക്കില്ലാത്ത ഒരു ദിവസം നോക്കി ആഴ്ചയിൽ ഒരു ദിവസം മൗനത്തിലിരിക്കുന്നതും, അന്നത്തെ ദിവസം കൂടുതൽ മെഡിറ്റേഷനും അല്ലെ നമ്മുടെ സാധനകൾ, സ്റ്റഡി, ബാബയുടെ മുരളി പഠിക്കാനും എഴുതാനും സോമാനങ്ങൾ പ്രാക്ടീസ് ചെയ്യാനുമെല്ലാം കുറച്ച് സമയം മാറ്റിവെക്കുന്നതല്ല. ഒരു ഫുൾ ഡേ മാറ്റിവെക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു 3 മണിക്കൂർ, 4 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ കുറച്ചധിക സമയം നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് തിരിഞ്ഞ് ആത്മാവിനെ പരമാത്മാവിനോടൊപ്പം ഉപവാസം നടത്തുന്നത് നല്ലതാണ്. അപ്പോൾ വളരെയധികം ശക്തി നമുക്ക് ഫീൽ ചെയ്യും.
കാരണം ഫുള്ള് നമുക്ക് ഓടേണ്ടതല്ലേ. ഗാന്ധിജിയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ലേ? ആഴ്ചയിൽ 2 ദിവസം മൗനവും ഉപവാസവുമായിരുന്നു. അന്നാണ് അദ്ദേഹം സ്വാധ്യായം, തൻ്റെ സെൽഫ് സ്റ്റഡി എഴുതുകയും പഠിക്കുകയും ധ്യാനത്തിലും പ്രാർത്ഥനയിലുമെല്ലാം മുഴുകുന്ന ദിവസമായിരുന്നു. ആ എനർജി കൊണ്ടാണ് ബാക്കി 5 ദിവസം അധ്വാനിച്ചിരുന്നത്. എല്ലാ മഹാത്മാക്കളുടെയും ജീവിതത്തിൽ നോക്കിയാൽ അവരെല്ലാവരും അവരവരുടേതായ ആത്മീയ ഊർജത്തിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള ഊർജം അവർ സംഭരിച്ചിട്ടാണ് ചെലവാക്കിയിരുന്നത്. നമുക്കൊരു ദിവസം മാറ്റി വയ്ക്കാൻ പറ്റിയില്ലെങ്കിലും, അല്ലെങ്കിൽ രാവിലെ നേരത്തെ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാൻ. രാവിലെ 4 തൊട്ട് ഒരു 8 മണി വരെ, മുരളി തീരുന്നത് വരെയുള്ള സമയം, ഒരു 4 മണിക്കൂർ നമുക്ക് കിട്ടും രാവിലെ തന്നെ. വലിയ തിരക്കൊന്നും ഇല്ലെങ്കിൽ ആ സമയം നമുക്ക് സാധനയ്ക്കായിട്ട് ഉപയോഗിക്കാം. പിന്നെ അമ്മമാരൊക്കെ ആണെങ്കിൽ കുറച്ച് എന്ത് ചെയ്യാം, രാവിലെ നേരത്തെ അമൃതവേളയിൽ മെഡിറ്റേഷന് ശേഷം വീട്ടിൽ അത്യാവശ്യം ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങൾ വേണമെങ്കിൽ ഉണ്ടാക്കി വയ്ക്കാം. അതിനുശേഷം മുരളി തീരുന്നത് വരെ നമുക്ക് കഴിയുന്നതും സൈലൻസിലിരിക്കാനും, നമുക്ക് നമ്മുടെ ഉള്ളിൽ ബാബയോട് സംസാരിച്ചുകൊണ്ടിരിക്കാനും, മുരളി എഴുതാനും സൊമാനം എഴുതാനും ഒക്കെ ആയിട്ട് ആ സമയം മുരളി കേൾക്കാനുമായിട്ട് ഉപയോഗിക്കാം. ബാബ ഓർമ്മിപ്പിക്കുക ഭാരതം ശിവജയന്തി എന്താണ്. പിന്നെ വ്രതം എന്ന് പറഞ്ഞാൽ ശുദ്ധികൾ, ജീവിത ശുദ്ധി നമുക്ക് പാലിക്കാം, വേണ്ടേ? പരന്തു സമസ്ത കുച്ച് ബി നഹീം. ശിവരാത്രി നമ്മൾ ആഘോഷിക്കും, പക്ഷെ ബാബ പറയുന്ന ഒന്നും മനസ്സിലാക്കുന്നേയില്ല മക്കള്. ശിവൻ ആരാന്ന് പോലും അറിയുന്നില്ല. രാവണന്റെയും കോലം വർഷാവർഷം കത്തിക്കും. ക്യാ ചീസേ? രാവണൻ എന്ത് സാധന? എപ്പോ വന്നു രാവണൻ? എന്തിനാ കത്തിക്കണേ ചോദിച്ച ആർക്കും അറിയില്ല. ഡ്രാമ പ്ലാൻ അനുസരിച്ച് ബാബ പറയണേ ഇതൊക്കെ അറിയാതെ പോയി. ഇത് നാടകത്തിലുള്ളതാണ് പറയാം ബാബ അറിയാതിരിക്കുന്നത്. ബാബ സംജാത്തി ഹറേക്ക് ക പാർട്ട്. അതുകൊണ്ട് ഈശ്വരൻ പറയണ മക്കളെ, ഈ നാടകത്തിൽ ഓരോരുത്തരുടെ പാർട്ടും അവരവരുടേതാണ്. നോട്ട് ചെയ്തോ? ഇതൊരു മെയിൻ പോയിന്റാണ്. നമുക്ക് ഡെയിലി ജീവിതത്തിന് വേണ്ട ഒരു മുഖ്യ പോയിന്റാണ്. ടെൻഷൻ ഉണ്ടാവാതിരിക്കണമെങ്കിൽ ഈ നാടകത്തിൽ ഓരോരുത്തർക്കും അവരവരുടെ പാർട്ടാണ്. ഇത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. നമ്മളൊരു വീട്ടിൽ 4 ആളുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്നിടത്ത് 40 പേരുണ്ടെങ്കിൽ ഓരോരുത്തരും ഓരോ ആത്മാക്കളാണ്. എല്ലാവരും ഭഗവാന്റെ മക്കളാണ്. പക്ഷേ നമ്മുടെ വീട്ടിൽ 2 മക്കളുണ്ടെങ്കിൽ പോലും നമുക്ക് എപ്പോഴും നമ്മൾ വിചാരിക്കുക എൻ്റെ മക്കൾ, പക്ഷെ 2 ആത്മാക്കളാണ്. ഇത് നമ്മൾ മറക്കരുത്. 2 പേർക്കും 2 റോളാണ്. അവരവരുടെ ആത്മാവിൽ ഒരു കിഴിക്കെട്ടുണ്ട്, സഞ്ചിയുണ്ട്, ഇരുമുടിക്കെട്ടുണ്ട് അല്ലേ? അതിനനുസരിച്ച് എല്ലാവരുടെയും ആക്റ്റുകൾ, ചിന്താഗതികളും തീരുമാനങ്ങളും ലൈഫ് സ്റ്റൈലും എല്ലാറ്റിലും കാര്യങ്ങൾ ചെയ്യുന്ന ഒരാൾ ചിലപ്പോൾ നമ്മുടെ 2 കുട്ടികളെ തന്നെ നോക്കി നിങ്ങൾക്ക് അറിഞ്ഞൂടെ. ഒരാൾ ചിലപ്പോൾ എല്ലാവരുമായിട്ട് നന്നായിട്ട് മിങ്കിളാവും, ഒരാൾ ചിലപ്പോൾ ഒത്തിരി റിസർവ്ഡ് ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ 2 പേരെയും കൂടെ താരതമ്യപ്പെടുത്തിയിട്ടും കാര്യമില്ല. 2 ആത്മാക്കളാണ്. അത് നമ്മൾ അംഗീകരിക്കുക. നിരന്തരം താരതമ്യം, നീ എന്താ ചേട്ടനെ പോലെ ആവാത്ത, നീ എന്താ ചേച്ചിയെ പോലെ ചെയ്യാത്ത, അവർ ഡിസ്റ്റർബ് ആകുകയുള്ളൂ. ആവില്ല. ചേച്ചിയാണ്, ചേട്ടനാണ്. രണ്ടും എപ്പോഴും ഓർമ്മ വരണം. അത് 2ലും ഇരിക്കുന്ന 2 ആത്മാക്കളാണ്. അവർക്ക് 2 പേർക്കും അവരവരുടേതായ അസ്തിത്വവും വ്യക്തിത്വവും ഉണ്ട്. അവരവരുടേതായ സഞ്ചയം കൊണ്ട് സഞ്ചരിക്കുന്നവരാ. വേറെ വേറെ പാർട്ടുധാരികളാണ്. ഓരോരുത്തർക്ക് ഡ്രാമയിലെ റോളേ വേറെ, കർമ്മങ്ങൾ വേറെ, റോള് വേറെ, എല്ലാം വേറെ വേറെ ആയിരിക്കും. അപ്പം ആ വ്യത്യസ്തതയോടുകൂടി നമ്മൾ എന്ത് ചെയ്യുക? അവരെ അംഗീകരിക്കുക. എന്നിട്ട് അവരുടെ പ്ലസ് എന്താണെന്ന് കണ്ട് അതിനെ പ്രോത്സാഹിപ്പിക്കുക. മൈനസ് കണ്ടിട്ട് അതിനെ തിരുത്താൻ വേണ്ടി എനിക്ക് എന്ത് സഹായിക്കാൻ പറ്റും നമ്മളത് ചെയ്തു കൊടുക്കുക. അതേ നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലാതെ ഇവരെ അവരെ പോലെ ആക്കാൻ പറ്റില്ല, അവരെ ഇവരെ പോലെ ആക്കാനും പറ്റില്ല. അതിന് ശ്രമിച്ച് നമ്മുടെ സമയം കളയണ്ട. അവരെയും ബുദ്ധിമുട്ടിച്ചിട്ടും കാര്യമില്ല. അവരെ ബുദ്ധിമുട്ടിക്കുക നമ്മൾ ചെയ്യണത് അല്ലേ? അപ്പം അതുകൊണ്ട് ഇതൊരു മുഖ്യ പോയിന്റ് ബാബ നമുക്കിന്ന് തന്നിരിക്കുക. ഏതാണ്? ഈ നാടകത്തിലെ ഓരോ ആത്മാവിൻ്റെ പാർട്ടും വേറെ വേറെയാണ്. നോട്ട് ചെയ്തില്ലേ? ഇത് അണ്ടർലൈൻ ചെയ്തോളൂ. ഇത് നെറ്റിയിൽ എപ്പോഴും എഴുതി ഒട്ടിച്ചോളണം. ഓരോ ആത്മാവിൻ്റെ പാർട്ട് അവരവരുടെയാണ്. അപ്പം നമുക്കൊരിക്കലും സംഘർഷം കുറയ്ക്കാൻ ഇത് സഹായിക്കും. അല്ലെങ്കിൽ എപ്പോഴും ചിന്തയല്ലേ നമുക്ക്, അവരെന്താ അങ്ങനെ, ഇവരെന്താ ഇങ്ങനെ, എൻ്റെ മോനായിട്ട് എന്താ ഇങ്ങനെ, എന്നോടെന്താ ഇങ്ങനെ. അവരുടെ റോളാണ്, അതവർ അഭിനയിക്കുക.
ഒരു നാടകത്തിൽ ഒരാൾക്കല്ലേ ഹീറോ പാർട്ടുള്ളൂ. ഒരാൾ വില്ലനായിരിക്കും, ഒരാൾ കോമഡി ആയിരിക്കും, അല്ലേ? പക്ഷേ എല്ലാവരും ചേരുമ്പോൾ നാടകം നല്ലതാണ് തന്നെ. വേറെ വേറെ നോക്കുമ്പോൾ ചിലപ്പോൾ ചില കുഴപ്പങ്ങളൊക്കെ കാണും. ഈ വില്ലൻ എന്താ ഇങ്ങനെ ചെയ്യണേ, ഈ കോമഡിക്കാരൻ എന്താ എപ്പോഴും തമാശ കാണിച്ചുകൊണ്ടിരിക്കണം. പക്ഷേ ടോട്ടൽ നാടകം നോക്കുമ്പോൾ, അല്ലേ, എല്ലാവരും ചേരുന്നതുകൊണ്ടാണ് ആ നാടകത്തിന് ഭംഗി. അത് നാടകമായിരിക്കണം. ജീവിത നാടകത്തിലും ബാബ അത് തന്നെ പറയണം, മക്കളെ, ഈ നാടകത്തിൽ ആരുടെ റോൾ ഏതാണോ അവരുടെ റോൾ അക്യുറേറ്റ് ആണ്. അവർക്കത് അക്യുറേറ്റ് റോളാണ്, അവരത് അഭിനയിക്കുക. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോൾ അതിൽ ചിലർ വില്ലനെ പോലെ ആയിരിക്കും അഭിനയിക്കണേ. പക്ഷെ എന്താ ചെയ്യുക, അതാണ് അവരുടെ റോള്, അല്ലേ? ടു മച്ച് അതിൻ്റെ പിന്നാലെ പോയിട്ട് തലയിട്ട് ഉടച്ചിട്ടും കാര്യമില്ല. കുറച്ച് നമ്മൾ കാര്യങ്ങളെ കുറച്ചൊക്കെ ഉൾക്കൊള്ളാൻ, ഓരോരുത്തരെയും അവരവരായി കണ്ട് നമുക്ക് ഉൾക്കൊള്ളാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ടാവും. പക്ഷെ ഇതാണ് ജീവിതത്തിൻ്റെ ചില യാഥാർത്ഥ്യങ്ങൾ. പക്ഷെ നമ്മൾ ജ്ഞാനം കൊണ്ട് നമ്മളെ ബോധ്യപ്പെടുത്തിയേ പറ്റുള്ളൂ. ചില കാര്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും ചില കാര്യങ്ങളെ സ്വീകരിക്കാൻ. കാരണം ജീവിതത്തിൻ്റെ ചില പച്ചയായ സത്യങ്ങളാണ്. ഉൾക്കൊള്ളാൻ നമുക്ക് ശക്തി വേണം. പക്ഷെ ഇതാണ് റിയാലിറ്റി. ഉൾക്കൊണ്ടേ പറ്റൂ. കാരണം നമുക്ക് ഒരുമിച്ച് ജീവിക്കണമെങ്കിൽ ഉൾക്കൊണ്ടേ മതിയാവും, അല്ലേ? എന്നിട്ട് ചേർന്ന് പോകണം, മനസ്സിലാക്കിക്കൊണ്ട് ചേർന്ന് പോകണം. ഒരുമിച്ചിരിക്കണമല്ലോ. പാർട്ട് ഒരുമിച്ച് എന്തൊക്കെയുണ്ടോ അഭിനയിച്ച് പൂർത്തിയാക്കണ്ടേ. അതുകൊണ്ട് ഡ്രാമ വലിയൊരു അമ്മയാണ്. ഡ്രാമയുടെ ഓരോ പോയിന്റ് ബാബ മുരളി എന്ന് പറയുമ്പോൾ സെപ്പറേറ്റ് ഒരു ഡയറിയിൽ എഴുതി നോട്ട് ചെയ്ത് വെച്ചോളൂ. കാരണം ഡ്രാമയുടെ ഈ ജ്ഞാനമാണ് നമുക്ക് പലപ്പോഴും പല സിറ്റുവേഷനിൽ ഡെയിലി കൂടുതൽ യൂസ് ആവുന്നത്. ഡ്രാമയുടെ നോളജാണ്. എടുത്തുപയോഗിക്കുക തന്നെ വേണം നമുക്ക്. എന്നാലേ മനസ്സമാധാനത്തോടെ മുന്നോട്ട് പോകാൻ പറ്റും. ഒരമ്മ എങ്ങനെ കുട്ടിക്ക് സാന്ത്വനം തരുന്നു, അതേപോലെ ഡ്രാമയിലെ ഓരോ ജ്ഞാന പോയിന്റുകളും നമുക്ക് സാന്ത്വനം തന്ന് മുന്നോട്ട് നയിക്കും. പക്ഷേ ബാബയുടെ മുരളിയുടെ അവസാനം, ബാബ പ്രഭാതത്തിലാണല്ലോ മുരളി. ഇനി നിങ്ങൾ 30 വരെ നമ്മൾ ഈവനിങ് ഈ സത്സംഗം ഉണ്ടാവും. അതിനുശേഷം പ്രഭാതത്തിലെ മുരളിയിൽ നിങ്ങൾക്ക് കേൾക്കാം. ബാബ എപ്പോഴും മുരളി പ്രഭാതത്തിലാണ് തന്നിരുന്നത്. മുഴുവൻ വിശ്വത്തിലെ മുരളി നടക്കുന്നത് ബ്രഹ്മകുമാരീസിൻ്റെ സേവാ കേന്ദ്രങ്ങളിൽ ലൈവായിട്ട് മുരളി നടക്കുന്നത് രാവിലെ 7 തൊട്ട് 8 മണി വരെയാണ്. ലോകം മുഴുവനുള്ള ബ്രാഞ്ചിൽ പ്രഭാതത്തിലാണ്. ചില സമയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം ഉണ്ടാവും, എന്നാലും പ്രഭാതത്തിൽ തന്നെ ആയിരിക്കും. ചില സ്ഥലത്ത് 6 മണിക്കുണ്ടാവും. വിദേശത്തൊക്കെ പോയാൽ ചിലപ്പം രാവിലെ 5 മണിക്ക് തുടങ്ങും. കാരണം അവിടെയൊക്കെ എല്ലാവർക്കും ജോലിക്ക് പോകേണ്ടതുകൊണ്ട്. പക്ഷെ അതിരാവിലെ ആയിരിക്കും. കാരണം ഫുൾ ഡേ നമുക്ക് ഈ മുരളി ഉപയോഗിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് മുരളി തീരുമ്പോൾ ബാബ എപ്പോഴും മുരളിക്ക് ശേഷം നമുക്ക് ഒരു സ്നേഹസ്മരണ, ഭഗവാൻ നമ്മളെ സ്മരിക്കുകയും മുരളിയിലൂടെ ബാബ കുട്ടികൾക്ക് നമസ്കാരം പറയുകയും ചെയ്യും. ഗുഡ് മോർണിംഗും പറയും ബാബ, നമ്മളോട് നമസ്തയും പറയും. അപ്പം നമ്മളും തിരിച്ച് ബാബയ്ക്ക് ഗുഡ് മോർണിംഗും നമസ്കാരവും പറയും. അപ്പം അത് ഹിന്ദിയാണ്. ഹിന്ദിയിലെ വരികൾ വായിക്കാം. മീഠി മീഠി മധുരമധുരമായ സിക്കിലതേ ബച്ചോം പ്രതി, മധുരമധുരമായ കളഞ്ഞുപോയി തിരികെ കിട്ടിയ മക്കൾക്ക് മാതാപിതാ ബാപ് ദാദാക്ക, അച്ഛനും അമ്മയുമായ ബാപ് ദാദയുടെ സ്നേഹസ്മരണകളും സുപ്രഭാതവും. റൂഹാനി ബാപ് കി, ആത്മീയ അച്ഛൻ്റെ, റൂഹാനി ബച്ചോങ്കു, ആത്മീയ കുട്ടികൾക്ക് നമസ്തേ, നമസ്കാരം. അപ്പം നമ്മൾ തിരിച്ച് ബാബയ്ക്ക് ഗുഡ് മോർണിംഗ് തിരിച്ചു പറയും. റൂഹാനി ബച്ചോങ്കി, റൂഹാനി ബാപ്കു നമസ്തേ, ആത്മീയ കുട്ടികളുടെ ആത്മീയ അച്ഛനും നമസ്കാരം. ബാബയോടും തിരിച്ച് ഭഗവാൻ നമ്മളോട് പറയുമ്പോൾ തിരിച്ച് പറയണ്ടേ. ഇന്ന് മുരളിയുടെ സാരം, മെയിൻ പോയിന്റ്സ് വായിക്കാം. അതിനുശേഷം മുരളിയുടെ വരദാനവും ശ്ലോകനും നമുക്ക് കേൾക്കാം. ഇന്നത്തെ മുരളിയുടെ ടോട്ടൽ 2 മുഖ്യ പോയിന്റ് തന്നിട്ടുണ്ട്. എസൻസ് ആയിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ നാളെ ഫുൾ ഡേ. ഒന്നാമത്തെ പോയിന്റ് ഓർമ്മയുടെ ബലത്തിലൂടെ എല്ലാ കർമ്മക്കണക്കുകളെയും തീർത്ത് സദോ പ്രധാനമായി തിരിച്ച് വീട്ടിലേക്ക് പോകണം.
ഓർമ്മയുടെ ബലത്തിലൂടെ കർമ്മക്കണക്കുകളെല്ലാം തീർത്ത് സദോ പ്രധാനമായി തിരിച്ചു വീട്ടിൽ പോകണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പരമാത്മാവിനെ ഓർമ്മിച്ച് ആത്മാവെന്ന ഓർമ്മയിൽ പഴയ കർമ്മക്കണക്ക് ഇരുമുടിക്കെട്ടെല്ലാം സെറ്റിൽ ചെയ്യണം. ഇരുമുടിക്കെട്ട് അഴിക്കാൻ പറയണം ബാബ. അതിനെന്ത് വേണം? സന്നിധാനത്തിലെത്തിയാലല്ലേ ഇരുമുടിക്കെട്ട് അഴിക്കുള്ളൂ. അപ്പോൾ ഭഗവാനെ ഓർമ്മിച്ച് കണക്ക് തീർക്കണം. കണക്ക് തീർന്നാലേ ആത്മാവ് സദോപ്രധാനാകൂ. സദോപ്രധാനായാലേ എന്ത് ചെയ്യാൻ പറ്റൂ? തിരിച്ചു വീട്ടിൽ പോകാൻ കഴിയും. ദൂസരി കിസി ബി ബാത്തോമേ നഹീം ജാന. മറ്റൊരു കാര്യങ്ങളിലേക്കും പോകേണ്ട, മറ്റൊരു കാര്യത്തിലേക്കും പോകേണ്ട, മറ്റൊരു കാര്യങ്ങളിലേക്കും പോകേണ്ട. ഒന്നിലും പോയി തലയിടേണ്ട, പറയാവശ്യമില്ലാത്ത. ലക്ഷ്യം എന്തായിരിക്കണം? എനിക്ക് സദോഗുണിയാകണം, ക്ലീൻ ആകണം, എനിക്ക് തിരിച്ച് വീട്ടിൽ പോകണം. അതിനനുസരിച്ചുള്ള കാര്യങ്ങളെ ഇവിടെ ചെയ്യാവൂ. അടുത്ത പോയിന്റ്, ഭഗവാൻ ഹംകോ പഠാക്കർ വിശ്വ കാ മാലിക് ബനാത്തെ ഹേ. ഭഗവാൻ എന്നെ പഠിപ്പിച്ച് വിശ്വത്തിൻ്റെ യജമാനനാക്കി മാറ്റുകയാണ്. ഈ സന്തോഷത്തിൽ ജീവിക്കാൻ ഈശ്വരൻ എന്നെ പഠിപ്പിച്ച് വിശ്വത്തിൻ്റെ യജമാനനാക്കാണ്. ആരെ വിശ്വത്തിൻ്റെ യജമാനന്മാർ? ദേവതകൾ. അപ്പം സത്യുഗി ദേവതയാക്കി മാറ്റാൻ ഭഗവാൻ എന്നെ പഠിപ്പിക്കുകയാണെന്ന സന്തോഷത്തിലിരിക്കാം. റൂഹാനി സേവ കർണി. ആത്മീയ സേവനങ്ങൾ ചെയ്യണം, ആത്മീയ സേവനങ്ങൾ ചെയ്യണം. മുരളിയിൽ നിന്നൊരു വരമുണ്ട്, ഭഗവാന്റെ വരം. സാധാരണതയിലൂടെ, സിംപ്ലിസിറ്റിയിലൂടെ, ലളിത ജീവിതം, സാധാരണതയിലൂടെ മഹാനതയെ പ്രസിദ്ധമാക്കുന്ന സിമ്പിൾ സാമ്പിൾ ഭവ. സിമ്പിളും സാമ്പിളും, ലാളിത്യമുള്ളവരും മാതൃകകളുമായി ഭവിക്കട്ടെ. സിമ്പിൾ സാമ്പിൾ ഭവ. അതാണ് ഇന്നത്തെ വരദാനം. ഇന്നത്തെ ഹോംവർക്ക് അതാണ് ബാബയുടെ. സിമ്പിൾ സാമ്പിൾ ഭവ. സിമ്പിളായ വസ്തുക്കൾ ക്ലീൻ ആണെങ്കിൽ എല്ലാവരെയും തീർച്ചയായും ആകർഷിക്കും. ലളിതമായ വസ്തുക്കൾ ശുദ്ധവുമാണെങ്കിൽ അതെല്ലാവരെയും ആകർഷിക്കും. അങ്ങനെയാണല്ലോ. വസ്തു വളരെ സിമ്പിളുമാണ്, പക്ഷേ വളരെ ക്ലീനുമാണ്. ബാബ പറയുന്നേ, ലാളിത്യവുമുണ്ട്, ക്ലീൻനെസ്സും ഉണ്ടെങ്കിൽ അവിടേക്ക് സ്വാഭാവികമായിട്ട് എല്ലാവരുടെയും ആകർഷണം ഉണ്ടാകും. അതേപോലെ മനസ്സങ്കൽപ്പത്തിൽ ബന്ധങ്ങളിൽ, സങ്കല്പങ്ങളിൽ, ബന്ധങ്ങളിൽ, വ്യവഹാരങ്ങളിൽ, ജീവിത രീതികളിലെല്ലാം, ജീവിതശൈലികളിലെല്ലാം ലാളിത്യവും വൃത്തിയും ഉണ്ടെങ്കിൽ ലാളിത്യമുണ്ട്, ശുദ്ധതയുമുണ്ടെങ്കിൽ അവർ സാമ്പിളായി മാറി, അവർ മാതൃകയായി മാറി സർവരെയും സ്വതവേ ആകർഷിക്കും. അവർ മാതൃകയായി മാറി സർവരെയും സ്വതവേ ആകർഷിക്കും. ലളിത ജീവിതത്തെയാണ് സാധാരണം എന്ന് പറയുന്നത്. ലളിത ജീവിതത്തെയാണ് സാധാരണ ജീവിതം എന്ന് പറയുന്നത്. ലാളിത്യത്തിലാണ് മഹാനത പ്രസിദ്ധമാകുന്നത്. ലാളിത്യത്തിലാണ് മഹാനത പ്രസിദ്ധമാകുന്നത്. ലാളിത്യമില്ലെങ്കിൽ അവർ പ്രശ്നക്കാരായി മാറും. ജീവിതത്തിൽ ലാളിത്യമില്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ടാവും. ലാളിത്യമില്ലെങ്കിൽ പ്രശ്നക്കാരാക്കും. മനസ്സിലായില്ലേ ബാബയുടെ വരം? എന്താ വരം തന്നെ അല്ലേ? 2 ക്വാളിറ്റി. ഏതൊക്കെയാ പറഞ്ഞേ? സിമ്പിൾ ആൻഡ് ക്ലീൻ. ലളിത ജീവിതമായിരിക്കണം, ശുദ്ധമായ ജീവിതമായിരിക്കും. അശുദ്ധിയൊന്നും പാടില്ല.
പിന്നെ ആർഭാടം, ധൂർത്ത്, ഷോ, അല്ലേ, മറ്റുള്ളവരെ കാണിക്കുക. ഇപ്പം മനുഷ്യൻ ഡ്രസ്സിങ്ങിൽ നിന്ന് തുടങ്ങി എല്ലാം എന്തിനു വേണ്ടിയാണ് ചെയ്യണേ? മറ്റുള്ളവരെന്ത് വിചാരിക്കും, മറ്റുള്ളവരെന്ത് വിചാരിക്കും, അവർ കണ്ടാൽ എന്ത് വിചാരിക്കും, എല്ലാവരെയും കാണിക്കാം. വീട് വയ്ക്കുന്നതും മറ്റുള്ളവരെ കാണിക്കാം. എനിക്ക് താമസിക്കാനുള്ള വീടെന്ന് പറഞ്ഞാണോ നമ്മൾ ഉണ്ടാക്കണേ? അപ്പം നമ്മൾ ആവശ്യത്തിനുള്ളത് ഉണ്ടാക്കുള്ളൂ, കയ്യിലുള്ള പൈസയ്ക്ക് ഉള്ളതേ ഉണ്ടാക്കുള്ളൂ. ഷോയ്ക്ക് വേണ്ടി, കാണിച്ചു കൂട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ ചെയ്തല്ലേ, കടം വാങ്ങി, കടത്തിന് മേലെ കടവും വാങ്ങി, പിന്നെ ടെൻഷൻ, അശാന്തി, അല്ലേ, പിന്നെ ആത്മഹത്യ, എന്തിൻ്റെയൊക്കെ പിന്നാലെ പോണേ? കുറച്ച് കൂടുതലാ. പ്രത്യേകിച്ച് നമുക്ക് മലയാളികൾക്ക് ഈ ആർഭാടം കുറച്ച്, അല്ല, ധൂർത്തും കുറച്ച് കൂടുതല. അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ടെൻഷൻ ഉണ്ടാക്കുന്നതും. പിന്നെ ടെൻഷനായിട്ട് പിന്നെ ടെൻഷൻ മാറാനെന്ന് പറഞ്ഞ്, അല്ലേ, പിന്നെ ലഹരി വസ്തുക്കളുടെ പിന്നാലെ പോവുക, പിന്നെ അടി, വഴക്ക്, ശണ്ട എല്ലാം ഒന്നിൻ്റെ പിന്നാലെ വരുമല്ലോ, അല്ലേ. അതാണ് കൂടുതലും കലഹത്തിലേക്ക് നയിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് നോട്ട് ചെയ്തോളൂ, നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് ചെക്ക് ചെയ്യണം. എൻ്റെ ലൈഫിൽ ലാളിത്യമുള്ളതല്ലേ? പ്രത്യേകിച്ച് വീട്ടിലെ സ്ത്രീകൾ, അമ്മമാരാണെങ്കിലും ഭാര്യമാരാണെങ്കിലും മക്കളാണെങ്കിലും നോട്ട് ചെയ്യൂ. കാരണം സ്ത്രീകളുടെ ഉള്ളിലാണ് ഈ ആർഭാടം, ധൂർത്ത് നമ്മളിലേക്ക് കൂടുമ്പോൾ, നമ്മൾ പുരുഷന്മാരുടെ മേലെ പ്രഷർ ചെയ്യുമ്പോൾ, അപ്പോഴാണ് ഈ കൂടുതൽ കടം വാങ്ങലും തെറ്റായ വഴിയിലേക്ക് പോകലും ഒക്കെ ഉണ്ടാവണം. അത് വസ്ത്രത്തിൻ്റെ പേരിലാകട്ടെ, ആഭരണത്തിൻ്റെ പേരിലാകട്ടെ, വീട്ടിലെ സാധനങ്ങളുടെ പേരിലാകട്ടെ, വീടിൻ്റെ വലിപ്പത്തിൻ്റെ പേരിലാകട്ടെ. അവർക്കുണ്ട്, നമുക്കില്ലേ. അവരുടെ വലുത്, നമ്മുടെ ചെറുത്, അല്ലേ. അതുകൊണ്ട് പുറമേയും നമ്മൾ ലാളിത്യം വേണം, അല്ലേ. വളരെ സിമ്പിളായിട്ട് ജീവിക്കാൻ നമ്മൾ പഠിക്കണം. സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഫിചിക്കത്തരം എന്നുള്ളതല്ല, പക്ഷെ ലാളിത്യം ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എഴുതി നോക്കൂ, ലാളിത്യം എനിക്ക് എവിടെയൊക്കെ എന്തൊക്കെ കൊണ്ടുവരാൻ കഴിയും. ഇന്നലെ നമ്മുടെ മറ്റൊരു ബ്രാഞ്ചിൽ ഇന്നലെ അവിടെ ബാബയുടെ വീട്ടിൽ ക്ലാസ്സിന് പോയിരുന്ന സമയത്ത് അവിടെ ഒരു മാതാജി വളരെയധികം സന്തോഷത്തോടു കൂടി പറഞ്ഞു, 2 വർഷത്തിന് ശേഷം സിസ്റ്ററെ കാണുകയല്ലേ, ഞാൻ ഒരു കാര്യം പറയട്ടെ, വളരെ പാവപ്പെട്ട ജീവിതമാണ് ഞങ്ങളുടെ, പാവപ്പെട്ട കുടുംബമാണ് സിസ്റ്ററെ, വാടകയ്ക്കാണ് ഇരിക്കണത്, ചെറിയൊരു ജോലി ഹസ്ബൻഡിനുള്ളൂ, ഞാനും മോനും, പക്ഷേ ഹസ്ബൻഡ്, ഞങ്ങൾ 3 ആളും സന്തുഷ്ട കുടുംബമാണ്. ഈ കൊറോണ കാലത്ത് വളരെയധികം സാമ്പത്തിക ഞെരുക്കമായിരുന്നു. അന്നന്ന് അപ്പോഴത്തേക്ക് കിട്ടി കഴിച്ചു എന്നേ പറയാൻ പറ്റൂ. ബാക്കി റേഷനിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ കൊണ്ട് ജീവിതം ഇങ്ങനെ പോയിരുന്നു. പക്ഷേ ഒരു സങ്കടമോ ദുഃഖമോ ഒന്നും ഞങ്ങൾക്കില്ല. ഇത്രയും സന്തോഷമാണ് ഞങ്ങൾക്കുള്ളതിൽ നിന്നും ഞങ്ങൾ മറ്റുള്ളവർക്കും കൊടുക്കുമായിരുന്നു. ഈ ഇല്ലായ്മയുടെ ഒരു പിടി കൊടുക്കുമായിരുന്നു. പക്ഷേ സിസ്റ്ററെ, നമ്മൾ ചുറ്റുപാടുമുള്ള ഓരോരുത്തരെയും നോക്കുകയായിരുന്നു. അവർക്കെല്ലാം ഉണ്ട്, പക്ഷേ സമ്പത്തുണ്ട്, ഭവനമുണ്ട്, എല്ലാം ഉണ്ടായിട്ടും എല്ലാവരും അസന്തുഷ്ടരാണ്. എപ്പോഴും പരാതിയും പരിഭവവും മാത്രമേ പറയാനുള്ളൂ. ഞാൻ ഇപ്പോഴും പറയാണ്, ഇന്നും പറയാണ്, സിസ്റ്ററോട് തുറന്നു പറയാണ്, ബാബയുടെ കുട്ടിയായതുകൊണ്ട്, ജ്ഞാനം കിട്ടിയതുകൊണ്ട് ഞാൻ ഇത്രയും സന്തോഷവതിയാണ്. ഞങ്ങൾ സന്തുഷ്ട കുടുംബമാണ്. ഞങ്ങളുടെ വലിയ സമ്പത്താണ് സന്തോഷം. അതാണ് ബാബയുടെ കുട്ടി. നിത്യേന മുരളി കേൾക്കുന്നത് കൊണ്ട്, മെഡിറ്റേഷൻ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ധനം അതാണ്. ആ ധനം ഉണ്ടെങ്കിൽ ബാക്കി ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴും നമുക്ക് സമാധാനത്തോടെ പോകാൻ പറ്റും. എത്ര ഇല്ലായ്മയുടെ നടുവിലാണെങ്കിലും, എത്ര വലിയ പേപ്പറിലാണെങ്കിലും, ചെയ്യാതിരിക്കുക, പണിയെടുക്കാതിരിക്കുക, പണിയെടുക്കാനും കർമ്മങ്ങളെല്ലാം ചെയ്യണം. പക്ഷെ ചില സാഹചര്യങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ, അല്ലേ, പല പേപ്പറുകളും വരുമല്ലോ. ഏറ്റവും വലിയ സമ്പത്ത് സന്തോഷമാണ്. അതുകൊണ്ട് ബാബ പറയുന്ന ലൈഫ് എപ്പോഴും എന്ത് ചെയ്യുക, അല്ലേ, സിമ്പിളാക്കി വെച്ചാൽ നമുക്ക് ജീവിതം കുറച്ചുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ദൂർത്തടിക്കാൻ പാടില്ല. ആർഭാടത്തിലും ലധൂർത്തിലും വേസ്റ്റ് ചെയ്യരുത്.
ഉള്ളതിനെ എന്ത് ചെയ്യുക? സദുപയോഗം ചെയ്യുക, അനേകരുടെ മംഗളത്തിന് വേണ്ടി ഉപയോഗിക്കുക. രണ്ടാമത്തെന്ന് പറഞ്ഞ ബാബ ക്ലീൻനെസ്, ശുദ്ധി, വൃത്തി. രണ്ട് ഭാഗമുണ്ട്. അകത്തും നമ്മൾ സിമ്പിളായിരിക്കണം, വിചാരങ്ങളിലും നമുക്ക് ആൾക്കാർക്ക് നമ്മളോടൊപ്പം ഇടപഴകാൻ ബുദ്ധിമുട്ട് വരരുത്. വളരെ കടുത്ത കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു വ്യക്തിത്വമാകരുത് നമ്മൾ. സിംപ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ പുറമെ മാത്രമല്ല, സ്ഥൂലത്തിലും സൂക്ഷ്മത്തിലും സിമ്പിളായിരിക്കാം, വിചാരങ്ങളിലും തീരുമാനങ്ങളിലും എല്ലാറ്റിലും കുറച്ച് ഫ്ലെക്സിബിളായിരിക്കണം നമ്മൾ. ഞാൻ പറയണത് നിങ്ങൾ കേട്ടോളണം, ഞാനാണ് യജമാനൻ, അങ്ങനെ ഉണ്ടാവരുത്. വീട്ടിലെല്ലാവർക്കും ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടാവണം. ആര് നല്ലത് പറഞ്ഞാലും അത് എടുക്കുക, അതാര് തന്നെയാണെങ്കിലും. നല്ലതാണെങ്കിൽ അതിനെ സ്വീകരിക്കാനുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി നമ്മുടെ ഉള്ളിലുണ്ടാകും. ചിലപ്പോൾ നമ്മുടെ മക്കളായിരിക്കും പറയാം, അതിനെ നമുക്ക് സ്വീകരിക്കാൻ പറ്റും. നീ ചെറുതല്ലേ, നീയൊക്കെ എന്തറിയാം, അങ്ങനെ തട്ടരുത്. ഇപ്പം നമുക്ക് മനസ്സിലായില്ല, അവരൊന്നും ചെറുതല്ല, അവർ നമ്മളെപ്പോലെ ഒരു ആത്മാവാ. ചിലപ്പോൾ നമ്മളെക്കാളും നല്ലൊരു ഉൾക്കാഴ്ച ചിലപ്പോൾ ചില കാര്യങ്ങളിൽ അവരിൽ നിന്ന് വരും. അതിനെ വിത്ത് റെസ്പെക്റ്റ് നമ്മൾ സ്വീകരിക്കുക. ആത്മാവ് നമ്മളെപ്പോലെ ഒന്നല്ലേ, ശരീരം കൊണ്ടല്ലേ ഉള്ളു ചെറുത്. നമ്മളെപ്പോലെയുള്ള യാത്രയിലാണല്ലോ അവരും. സ്ലോഗൻ: ദിൽ സെ കഹോ മേരാ ബാബ तो माया की बेहोशी से बंद आंखें खुल जाएंगी. ബാബയുടെ സുന്ദര മഹാവാക്യ. ബാക്കിയെല്ലാം മറന്നാൽ ഈ ഒരു പോയിന്റ് നാളെ ഫുൾഡ് ഓർമ്മയിൽ വെച്ചോളൂ. ഉള്ളുകൊണ്ട് എൻ്റെ ബാബ എന്ന് വിളിക്കൂ, ഉള്ളുകൊണ്ട് എൻ്റെ ബാബ എന്ന് വിളിക്കൂ. എങ്കിൽ മായ ബോധം കെടുത്തിയ കണ്ണ് തുറന്നു കിട്ടും. മായ ബോധം കെടുത്തിയ കണ്ണ് തുറന്നു കിട്ടും. മായ ബോധം കെടുത്തിയിട്ട് അടച്ച കണ്ണേതാണ്? അടച്ച കണ്ണേതാണ്? അല്ലേ, അകക്കണ്ണ്. ആ അകക്കണ്ണ് തുറന്നു തരും. ആര് തുറന്നു തരും? ഭഗവാൻ തുറന്നു തരും. പക്ഷെ എന്ത് ചെയ്യണം? ഉള്ളുകൊണ്ട് വിളിക്കണം, ഉള്ളുകൊണ്ട് അച്ഛനെ തിരിച്ചറിഞ്ഞിട്ട് ഓർമ്മിക്കണം. അപ്പോൾ അടഞ്ഞു കിടക്കുന്ന കണ്ണ് ഓപ്പറേഷൻ ചെയ്ത് ഓരോ ദിവസവും ബാബയിൽ നിന്ന് മുരളി കേൾക്കുന്നതിനനുസരിച്ച് ഭഗവാന് വാച കേട്ട് 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 എന്താവും? വെളിച്ചം കിട്ടിക്കൊണ്ടിരിക്കും. മുരളിയാണ് നമ്മുടെ വെളിച്ചം. മുരളിയിലൂടെയാണ് വെളിച്ചം കിട്ടുക. ഹോംവർക്ക് എടുത്തില്ലേ? ഇപ്പോൾ സിമ്പിൾ സാമ്പിൾ. സിമ്പിളായിട്ട് ജീവിച്ചാൽ മതി. അനേകർക്ക് നമ്മുടെ ജീവിതം എന്താകും? സാമ്പിളാകും, മാതൃകയാകും. അപ്പം എന്തിലൊക്കെ സിംപ്ലിസിറ്റി വരണം, അത് ഹോംവർക്ക് നോട്ട് ചെയ്ത് നോക്കൂ. അകത്ത് അല്ലേ, സൂക്ഷ്മത്തിൽ എന്തെല്ലാം സിംപ്ലിസിറ്റി കൊണ്ടുവരാൻ എനിക്ക്, പുറമേ എന്തെല്ലാം കാര്യങ്ങളിൽ സിമ്പിളാകണം. പിന്നെ ബാബ ശുദ്ധിയെക്കുറിച്ച് പറഞ്ഞു, ക്ലീൻനെസ്. അകത്തെന്തൊക്കെ ക്ലീൻ ആക്കാനുണ്ട്, പുറമേ ക്ലീൻനെസ്സിൽ ഞാൻ എത്രത്തോളം ശ്രദ്ധിക്കണം, എന്തൊക്കെ ചെയ്യാനുണ്ട്. രണ്ട് ക്ലീൻനെസ്സും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അകത്ത് ക്ലീനായ ഒരാൾക്ക് പുറമേ വൃത്തികളുടെ നടുവിൽ, അഴുക്കിൻ്റെ നടുവിൽ ഇരിക്കാനേ പറ്റില്ല, അല്ലേ? എല്ലാറ്റിലും ക്ലീൻ ആയിരിക്കും. അകത്തഴുക്കുള്ള ഒരാൾക്ക് പുറമെ അഴുക്ക് കാണുക പോലും ചെയ്യില്ല. അവർക്ക് കാണുകയില്ലേ, ഇവിടെ അഴുക്കുണ്ടോ? നമ്മൾ നോക്കുക, രണ്ടും സൂക്ഷ്മത്തിലെ അഴുക്കും പുറമേയുള്ള ക്ലീൻനെസ്. നമ്മളിരിക്കുന്ന സ്ഥലം അല്ലേ, ജീവിക്കുന്ന വീട്, ചുറ്റുപാട്, ഓരോന്നും ക്ലിയർ ആയിരിക്കും. ഉപയോഗിക്കുന്ന സാധനങ്ങൾ, ടോട്ടൽ നമ്മുടെ വീടും പരിസരവും എല്ലാം. അതാണ് യോഗി ജീവിതം. അല്ലാതെ എവിടെയെങ്കിലും കണ്ണടച്ചിരുന്ന് യോഗം ചെയ്യുക എന്നുള്ളത് മാത്രമല്ല. ഭഗവാനുമായി യോഗം വയ്ക്കുന്നതിൽ ആദ്യം വേണ്ടത് അകത്തും ക്ലീൻ, പുറത്തും ക്ലീൻ. ക്ലീൻ ആക്കിയിട്ട് വേണം ഇരിക്കാൻ, എന്നാലേ നമുക്ക് മെഡിറ്റേഷൻ പോലും കിട്ടുള്ളൂ. അതുകൊണ്ട് പറയാറില്ലേ പൂർവികർ നമ്മളോട്, നിങ്ങളുടെ വീട്ടിൽ കൂട്ടി വെച്ചിട്ടുള്ള വിഴുപ്പ് തുണി ഉണ്ടെങ്കിൽ, ഇന്നലത്തെ അഴുക്ക് വസ്ത്രം ഈ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ പോലും
നമ്മുടെ മനസ്സിനെ അത് ബാധിക്കും. അഴുക്ക് അതൊന്നൊരു വരുന്ന വൈബ്രേഷൻ എന്തായാലും ആ വൈബ്രേഷനാണല്ലോ. അതുകൊണ്ട് നമ്മളോട് പണ്ടേ പറയില്ലേ, അന്നന്നത്തെ ചില ആൾക്കാർ കണ്ടിട്ടില്ലേ, പൂർവികരൊക്കെ പഴയ ആൾക്കാർ ഇന്നും നോക്കിക്കോളും. ഇന്നപ്പോഴാണല്ലോ നമ്മൾ മെഷീനിലൊക്കെ ഇടണം എന്ന് പറഞ്ഞ് കൂട്ടി വെച്ചിട്ട് ചെയ്യണേ. പഴയ ആൾക്കാർ ഇന്നും നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അവർ കുളിക്കുമ്പോൾ പോലും അവരുടെ ഡ്രസ്സ് വാഷ് ചെയ്തിട്ടേ പുറത്തേക്കേ വരുള്ളൂ. അതൊക്കെ ലൈഫിൻ്റെ ചില ഡിസിപ്ലിനാണ്. ഇതിനൊക്കെ ജീവിതത്തിൽ സ്വാധീനം തീർച്ചയായിട്ടും ഉണ്ട്, ഇല്ല എന്ന് വിചാരിക്കേണ്ട. എല്ലാറ്റിനും ഒരു വൈബ്രേഷനുണ്ട്, എല്ലാറ്റിനും. നമ്മൾ തന്നെ നോക്കൂ, ഒരു മുറിയിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ കുപ്പയായിട്ട് കിടക്കുന്ന മുറ്റത്ത് നിൽക്കുന്നതും അവിടെ എല്ലാം അടിച്ചു വാരി വൃത്തിയാക്കിയിട്ട് നമ്മൾ തന്നെ അവിടെ നിൽക്കുമ്പോഴും നമുക്കുണ്ടാകുന്ന ഫീലിങ്ങിലെ ഡിഫറൻസ് നമുക്ക് അറിഞ്ഞൂടെ? വൈബ്രേഷൻ ഡിഫറെൻ്റ് ആണ്, ഇറ്റ്സ് ടോട്ടലി ഡിഫറെൻ്റ്. അപ്പോൾ എല്ലാ അഴുക്കിൽ നിന്നും ഒരു നെഗറ്റീവ് എനർജി ഉണ്ടാവും, എല്ലാ ശുദ്ധിയിൽ നിന്നും ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്. അതൊക്കെ സാധാരണ ബുദ്ധിക്ക് മനസ്സിലാക്കാവുന്ന കാര്യം. ഇതിനൊന്നും നമുക്ക് വലിയ എഡ്യൂക്കേഷനൊന്നും ആവശ്യമില്ല അല്ലേ? അപ്പം അതുകൊണ്ട് എല്ലാ തരത്തിലെ ക്ലീനിങ് ഒരു യോഗി ജീവിതത്തിൽ ആദ്യം എന്ത് വേണം? ആദ്യം പുറമേ ക്ലീനാക്കി വെക്കൂ, എന്നിട്ട് അകത്തെ ക്ലീനിങ്ങും ആരംഭിക്കും. നമ്മളത് ചെയ്യുമ്പോൾ നമ്മുടെ മക്കളും പേരമക്കളും എല്ലാം അത് കണ്ട് പഠിക്കും അല്ലേ? അവരോടൊന്നും പറയണ്ട, ആദ്യം നമ്മൾ ചെയ്ത് കാണിക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവരും ആ ശീലത്തിലേക്ക് വരും. ഓം ശാന്തി.